എന്താ പറ്റും മുതലാളി? എന്റെ കണക്കൂട്ടലുകള് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ചതിച്ചതവളാ പാറു. അവക്കെന്തൊക്കെയോ സംശയങ്ങളുണ്ട്. സൂക്ഷിക്കണം. എനിക്ക് ടീച്ചറിന്റെ മറുപടി വേണം. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ആ മറുപടി കിട്ടുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നാളെ ഞാൻ ഇവിടെ ഉണ്ടാവും. കുഞ്ഞി ഇറങ്ങാനായില്ലേ? കണ്ടോ, ഉള്ളെല്ലാം പോയി. കതുക്കെ ഇങ്ങടെ ബണ്ണിങ്ങതാ. ആ മുടിയെല്ലാം പോയി. എന്നല്ല ഞാൻ ചെയ്യിക്കോളാം. റാണി ചേച്ചി, ഇതൊന്ന് ബാഗിൽ വെച്ചേരൂ. ഇങ്ങതാ കുഞ്ഞി. അല്ല, എന്തു പറ്റി? രാവിലെ തന്നെ ഒരേ ചിന്തയിലാണല്ലോ. അല്ല, അത് ഒന്നുമില്ല. എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്താ കാര്യം? ഒന്നുമില്ല. രത്നേച്ചി വേണ്ട, വെറുതെ കള്ളം പറയാൻ നിക്കണ്ട. എന്തോ ഉണ്ട്. വാട്ട് സബ്ജക്ട്? എന്താ ചേച്ചി, എന്തുണ്ടേ? പറയേച്ചി, എന്താ കാര്യം? എന്താ പ്രശ്നം? നിങ്ങള് ഗിരിയേട്ടനോടും പാറുവിനോടും ഒന്നും പറയരുത്. അതെനിക്ക് ഉറപ്പ് തരണം. ഗിരിയേട്ടൻ അറിഞ്ഞാല് വലിയ പ്രശ്നവും. അതുകൊണ്ട് ഞങ്ങൾ ആരോടൊന്നും പറയാൻ പോകുന്നില്ല. ചേച്ചി പറയേ. പറയേച്ചി. ആ ഹരിമാഷ് ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു. ഹരിമാഷോ? അയാൾ എന്തിനാ ചേച്ചിനെ കാണാൻ വരുന്നത്? ചേച്ചിയായിട്ടുള്ള കല്യാണം വേണ്ടെന്ന് പറഞ്ഞു പോയ ആൾക്കാരല്ലേ അവര്? നകുലേട്ടന്റെ തല്ലി കിട്ടിയപ്പോ സ്കൂളിൽ നിന്ന് മാഷ് പോയതല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ കാണാൻ വന്നേ? അല്ല, എവിടെ വെച്ചാ മാഷ് ചേച്ചിയെ കണ്ടത്? ചേച്ചിയെ കാണാൻ ആൾ സ്കൂളിൽ വന്നിരുന്നോ? അതോ മാഷ് തിരികെ സ്കൂളിലേക്ക് വന്നോ? ഇല്ല, ഞാൻ സ്കൂളിലേക്ക് പോകും വഴി മാഷ് ഇവിടെ വഴിവെക്കല് എന്നെയും കാത്തു നിൽക്കുമായിരുന്നു. എന്നിട്ട് അത് ഞങ്ങള് തമ്മിലുള്ള വിവാഹത്തിന് ആളുടെ അമ്മ സമ്മതിച്ചു അത്രേ. നമുക്കും സമ്മതമാണെങ്കിൽ എത്രയും പെട്ടെന്ന് വിവാഹം നടത്താന്ന്. അതിന് ആദ്യം എന്റെ തീരുമാനം അറിയണമെന്ന്. എന്നിട്ട് ചേച്ചി എന്തു പറഞ്ഞു? ഞാനെന്ത് പറയാൻ, ഒന്നും പറഞ്ഞില്ല. അത് നന്നായി. പക്ഷേ ഇന്നും മാഷ് വരും. എന്റെ മറുപടി അറിയും വരെ എല്ലാ ദിവസവും ആ വഴിവക്കി കാത്തു നിൽക്കുന്ന മാഷ് എന്നോട് പറഞ്ഞത്. എനിക്കിനി മാഷിനെ ഫേസ് ചെയ്യാൻ വയ്യ. ഞാൻ മാഷിനോട് എന്ത് പറയാനാ? ഗിരിയേട്ടനറിഞ്ഞ കൊല്ല നടക്കും.